ഹായ്. ഓവർ തിങ്കിങ് എന്നുള്ളത് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ. പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ, ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ജീവിതത്തിൽ അങ്ങനെ പല പ്രശ്നങ്ങളും നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത്. അത് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ടെൻഷൻ അടിച്ച് വീടിന്റെ ഒരു മൂലയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇതിനെ ഒഴിവാക്കേണ്ടത്? എന്റെ കയ്യിൽ ഇപ്പൊ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ഒരു പ്രശ്നം എനിക്കില്ല, കുറച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് പെയിൻ വരും, അല്ലെ? ഇത് 5 മിനിറ്റ് കഴിഞ്ഞാലോ കുറച്ചുകൂടി പെയിൻ വരും. അതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ആണെങ്കിലോ ഈ പെയിൻ അധികമാകും. അതൊരു അരമണിക്കൂറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെയിൻ സഹിക്കാൻ വഴിയാത്ത അവസ്ഥയിലേക്കാകും. ഈ പെയിൻ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഈ പെയിൻ ഉണ്ടാവുന്നത്? ഈ പുസ്തകത്തിന് കനം കൂടുന്നില്ല, ഇതിന്റെ വെയിറ്റ് കൂടുന്നില്ല, അല്ലേ? പക്ഷെ എന്തുകൊണ്ട് എന്റെ ഈ കൈക്ക് പെയിൻ വരുന്നു? ദീർഘനേരം ഞാനിതിങ്ങനെ പിടിച്ചു നിന്നത് കൊണ്ട്, കുറഞ്ഞ എനിക്ക് എടുക്കാൻ പാകത്തിൽ മാത്രമുള്ള വെയിറ്റ് ആയതുകൊണ്ടും, വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ, ബട്ട് എന്താണ്, ഞാനിത് കുറെ നേരം ഇങ്ങനെ പിടിച്ചു നിന്നത് കൊണ്ട് എന്റെ കൈക്ക് പെയിൻ വന്നിട്ടുണ്ട്. ഞാൻ ഈ പെയിൻ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ പുസ്തകം ഞാൻ താഴേക്ക് വെക്കുകയാണ് വേണ്ടത്, അല്ലെ? ഇതേപോലെയാണ് നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഭാരവുമായി നടക്കുമ്പോൾ നമ്മൾക്ക് ജീവിതം വരെ നഷ്ടത്തിലാവുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓവർ തിങ്കിങ് ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മളിങ്ങനെ ഭാരവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടത്തിലേക്ക് പോകുമെന്ന് സാരം. ഈ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ മാറ്റാം? ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുന്നിടത്താണ് ഓവർ തിങ്കിങ്ങിന്റെ മാറ്റം ഉണ്ടാവുന്നത്. ഈ പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ച് ഈ പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രശ്നമാവല്ലോ എന്ന് കരുതുന്നിടത്തുനിന്ന് മാറിയിട്ട് ഈ പ്രശ്നത്തെ എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത അവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഓവർ തിങ്കിങ് എന്നുള്ള ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും. പകരം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടിനെ നമുക്ക് അവിടെ പകരം വെക്കാൻ പറ്റും. ഓക്കെ, ബൈ.